ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം കുറച്ച് ദിവസം കൊണ്ട് മക്കൾ പറയുക ബൺ മസ്കയും ഇറാനി ചായ ഒന്ന് ഉണ്ടാക്കാൻ കുറേ ദിവസം കൊണ്ട് പറയുക. അപ്പം ഞാൻ വെച്ചു ഇന്ന് നമുക്ക് ബൺ മസ്ക ഇറാനി ചായ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്കറിയണ്ടേ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചോറ് എടുത്തതിന്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും എനിക്ക് ബൺ മസ്ക ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ബൺ മസ്ക് ബൺ വേണം, മിൽക്ക് മെയ്ഡ് വേണം, ബട്ടർ വേണം. അപ്പോൾ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ആക്കുക. സ്പാച്ചുലായോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതോ എന്തെങ്കിലും വെച്ച് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബണ്ണുണ്ടല്ലോ നടുകെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ആക്കിയിട്ട് നല്ലപോലെ നടുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഒത്തിരി മധുരം കൂട്ടാത്തത് കുറച്ച് മതി. നല്ല മധുരമുള്ള സാധനമാണിത്. അങ്ങോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നടുക്കൊരു ചെറിയോ ബ്ലൂബെറിയോ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാം. അപ്പം നല്ല ഭംഗി കാണാൻ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പം ഇതോടൊപ്പം നിങ്ങളിത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ബൺ മസ്ക റെഡി. ഇനി ഇറാനി ചായ നോക്കാം. ഒന്നുമില്ല, സിമ്പിളാണ്. ഒരു പാല് അടുപ്പത്ത് വെച്ച് നല്ല തിളപ്പിച്ച് കുറച്ച് വറ്റുക. എന്നിട്ട് വെള്ളം വെക്കുക. വെള്ളം തിളയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ തേയിലയും പഞ്ചസാര ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ എടുത്തിടുക. ഇട്ടിട്ട് നല്ല തിളയ്ക്കുക. ഈ തിളച്ച രണ്ടും കൂടെ പാലും തേയില വെള്ളം കൂടെ മിക്സ് ചെയ്യുക. റെഡിയായി. ടേസ്റ്റ് ചെയ്യാം. സൂപ്പറാണേ. നോക്കണേ. ബൈ ബൈ.